നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. തീവ്രവാദ കുറ്റത്തിന് കാനഡയിൽ അറസ്റ്റിലായ പിതാവും മകനും പൗരത്വം ലഭിച്ചിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെന്ന ഇമിഗ്രേഷൻ വകുപ്പിന്റെ കണ്ടെത്തലിനെ തുടർന്ന് സുരക്ഷാ ഭീതി പുകയുന്നു. ഈ വർഷം ജൂലൈ 28-ന് അറസ്റ്റിലായ അഹമ്മദ് ഫൗദ് മുസ്തഫ എൽഡിദിയെയും മകൻ മുസ്തഫ എൽഡിദിയെയും എങ്ങനെ എല്ലാ സുരക്ഷാ പരിശോധനകളും മറികടന്ന് പൗരത്വം നേടിയെന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ. മരണമണിക്കാത്ത കാനഡ പോസ്റ്റ്. ആധുനിക ആശയവിനിമയ രംഗം കീഴടക്കിയ കത്തിടപാടുകൾ തീരെ ഇല്ലാതായതോടെ വരുമാനം നിലച്ച് അന്ത്യം കാത്തു കഴിയുന്നവരുടെ ലിസ്റ്റിലേക്ക് ഒരു കനേഡിയൻ സ്ഥാപനം കൂടി. ഒരു കാലത്ത് പ്രൗഢിയുടെയും ഗരിമയുടെയും അടയാളമായിരുന്ന കത്തിടപാടുകളും മണി ഓർഡറുകളും ഒക്കെ ആധുനികതയുടെ കൽപ്പനയ്ക്ക് പൂർണ്ണമായും വഴിമാറിയതോടെ കാനഡ പോസ്റ്റ് ഒരു നിർണായക ഘട്ടത്തിലാണെന്ന് ബോർഡും സീനിയർ മാനേജ്മെന്റും ഒരേ സ്വരത്തിൽ പറയുന്നു. COVID-19 പാൻഡമിക് സമയത്ത് ഓൺലൈൻ ഷോപ്പിംഗിലുണ്ടായ കുതിച്ചുചാട്ടം പാഴ്സൽ ഡെലിവറി വിപണിയെ പൂർണ്ണമായും കാനഡ പോസ്റ്റിൽ നിന്നും അന്യമാക്കിയതാണ് തിരിച്ചടിയായതെന്നും കാനഡ പോസ്റ്റിന്റെ ബോർഡ് ചെയർ ആൻഡ്രെ ഹുഡൻ അറിയിച്ചു. വർക്ക് ഫ്രം ഹോമുകളുടെ കാലം കാനഡയിൽ അവസാനിച്ചുവെന്ന് കാനഡയിലെ റോഡുകൾ വെളിപ്പെടുത്തുന്നെന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡ തിങ്കളാഴ്ച പുറത്തിറക്കിയ പുതിയ ഡാറ്റ അനുസരിച്ച് കൂടുതൽ കനേഡിയന്മാർ ജോലിസ്ഥലത്തേക്ക് യാത്ര ചെയ്തു തുടങ്ങിയെന്നും ശരാശരി യാത്രാ സമയം പ്രീ പാൻഡമിക് നിലയിലേക്ക് മടങ്ങിയെത്തി കഴിഞ്ഞുവെന്നും മെയ് മാസത്തിൽ റോഡ് യാത്രക്കാരുടെ എണ്ണം 16.5 ദശലക്ഷത്തിലെത്തി. കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ അപേക്ഷിച്ച് 5,85,000 യാത്രക്കാരുടെ വർധന കോവിഡിന്റെ തൊട്ടുകൂടായ്മയുടെ കാലം അവസാനിച്ചതിന്റെ ശുഭസൂചനയാണെന്ന് സ്റ്റാറ്റ്കാൻ വിലയിരുത്തുന്നു. മെക്സിക്കൻ പരമാധികാരത്തെ കാനഡ മാനിക്കുന്നുവെന്നും നിർദ്ദിഷ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ആ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഗ്ലോബൽ അഫയേഴ്സ് കാനഡ കനേഡിയൻ US എംബസികളുമായുള്ള ബന്ധം താൽക്കാലികമായി നിർത്തിയതായി മെക്സിക്കോയുടെ പ്രസിഡന്റ് അറിയിച്ചതിനു പിന്നാലെയാണ് കാനഡയുടെ പ്രതികരണം ഇത്തരുണത്തിൽ ശ്രദ്ധേയമായത്. മെക്സിക്കോയിലെ കനേഡിയൻ നിക്ഷേപകർ ഒരു വിധത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഏതു വിശാലാർത്ഥത്തിലാണ് മെക്സിക്കൻ പ്രസിഡന്റ് ആൻഡ്രേസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോർ ഇത്തരമൊരു പ്രസ്താവന നടത്തിയെന്നതിനെപ്പറ്റി പഠിച്ചു വരികയാണ് തങ്ങളെന്നും ഗ്ലോബൽ അഫയേഴ്സ് കാനഡ അറിയിച്ചു. അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകന്റെ കൊലപാതകത്തിൽ രാഷ്ട്രീയ പ്രവർത്തകന് ജീവപര്യന്തം ശിക്ഷ വിധിച്ച അമേരിക്കൻ കോടതി. ലാസ് വേഗാസ് റിവ്യൂ ജേണലിലെ അന്വേഷണാത്മക പത്രപ്രവർത്തകനായ ജെഫ് ജെർമന്റെ കൊലപാതകത്തിലാണ് ലാസ് വേഗാസിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മുൻ നേതാവായിരുന്ന റോബർട്ട് ടെല്ലസ് എന്ന 47-കാരൻ 20 വർഷത്തെ ജീവപര്യന്തം അനുഭവിക്കണമെന്നാണ് കോടതി വിധി. 2022 ലേബർ ഡേ വാരാന്ത്യത്തിലാണ് ജെഫ് ജെർമനെ തന്റെ വീടിന്റെ വരാന്തയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ ഉടനീളം കുത്തേറ്റതിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. സംഭവം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റോബർട്ട് ടെല്ലാസ് ആണ് കൃത്യം നടത്തിയതെന്ന അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതോടെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് മുതൽ ജാമ്യം ലഭിക്കാതെ ജയിലിൽ കഴിയുകയായിരുന്നു ടെല്ലസ്. ലൈംഗിക പീഡനാരോപണ പരാതിയിൽ നടനും കൊല്ലം MLA-യുമായ M. മുകേഷിന് താൽക്കാലിക ആശ്വാസം. സെപ്റ്റംബർ 3 മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ മുകേഷിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് എറണാകുളം ജില്ലാ സെക്ഷൻസ് കോടതി ഉത്തരവിട്ടു. എറണാകുളം സ്വദേശിനിയുടെ ആരോപണത്തിൽ മരട് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കേസെടുത്തതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യം തേടി മുകേഷ് കോടതിയെ സമീപിച്ചത്. IPC 376 ബലാത്സംഗം, IPC 354 സ്ത്രീകൾക്കെതിരായ അതിക്രമം, IPC 509 സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പെരുമാറ്റം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ഇതിനിടെ നടിയുടെ പരാതി പണം നൽകാത്തതുമായി ബന്ധപ്പെട്ട ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് മുകേഷ് മുഖ്യമന്ത്രിയെ കണ്ട് വിശദീകരിച്ചതായാണ് റിപ്പോർട്ട്. നടിയുമായി മുകേഷ് നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളും മുകേഷ് മുഖ്യമന്ത്രിക്ക് കൈമാറി. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.